ഹലോ വെൽക്കം എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്കിന്ന് CBSE ക്ലാസ് 7 മാത്സിലത്തെ 5ാമത്തെ ചാപ്റ്ററായ പാരലൽ ആൻഡ് ഇന്റർസെക്റ്റിംഗ് ലൈൻസിനെ കുറിച്ചാണ് ഇന്ന് നോക്കുന്നത്. ഓക്കെ, നമ്മള് ഇപ്പോ പാരലൽ ആൻഡ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് കേട്ട തന്നെ മനസ്സിലാവും. നമ്മൾ ലൈൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, വരകളെ കുറിച്ച്. അപ്പൊ നമ്മള് ഒരു കാര്യം ആലോചിക്കണം, എന്താണ് സംഭവിക്കുക? രണ്ട് വരകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കും? എല്ലാവർക്കും ഒന്നുകൂടിയും വെൽക്കം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ എല്ലാ ദിക്കിലും കാണുന്ന ലൈൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പറക്കുന്ന വിമാനമല്ല. പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അതറിയാം? പറക്കുന്ന വിമാനമല്ലാണ്ട് എന്താണ് പ്ലെയിൻ എന്ന് അറിയാമോ? പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? വേറെ പ്ലെയിൻ സർഫേസ് എന്ന് പറയാം. ഇപ്പൊ ജോമെട്രിയിൽ ഒരു പ്ലെയിൻ സർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് സർഫേസിനെ അതിനെയാണ് എന്ത് പറയാ? പ്ലെയിൻ സർഫേസ് എന്ന് പറയാം. ഏതൊരു ഫ്ലാറ്റ് സർഫേസ് എടുത്താലും അതിനെയാണ് പ്ലെയിൻ സർഫേസ് എന്ന് പറയുന്നത്. പ്ലെയിൻ എന്ന് നമ്മൾ സാധാരണ പറയും, അല്ലെങ്കിൽ മാത്സിൽ പ്ലെയിൻ സർഫേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിനെയാണ് പ്ലെയിൻ സർഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പ്ലെയിൻ സർഫേസിനെ കുറച്ച് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? മേശന്റെ മുകൾ ഭാഗം, ടേബിൾ ടോപ്പ് ഒക്കെ ഫ്ലാറ്റ് സർഫേസ് ആണ്. പിന്നെ പേപ്പർ ഒരു ഫ്ലാറ്റ് സർഫേസ് ആണ്. പിന്നെ ക്ലാസ് റൂമിലുള്ള ബ്ലാക്ക് ബോർഡ് അല്ലെ, ബ്ലാക്ക് ബോർഡ് പ്ലെയിൻ സർഫേസ് ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. പിന്നെ നിങ്ങളുടെ ചുറ്റിനും നോക്കിയാൽ 2-3 എക്സാമ്പിൾ ഒക്കെ കിട്ടുന്നുണ്ടോന്ന് പ്ലെയിൻ സർഫേസിന് നിങ്ങൾ ഇരിക്കുന്ന റൂമില്? ഓ, ഞാൻ 3 എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു. ടേബിൾ ടോപ്പ്, പേപ്പർ, ബ്ലാക്ക് ബോർഡ്, ഇതെല്ലാം എന്താണ്? ഫ്ലാറ്റ് സർഫേസ് അല്ലെങ്കിൽ പ്ലെയിൻ സർഫേസിന് ഉദാഹരണമാണ്. ജോമെട്രിയിലെ ഒരു പ്ലെയിൻ സർഫേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസ്. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലൈൻസ്, ഈ ലൈൻസ് എല്ലാം എങ്ങനെയായിരിക്കും? ഫ്ലാറ്റ് സർഫേസിലുള്ള ലൈൻസിനെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫ്ലാറ്റ് സർഫേസിൽ ഒരു പേപ്പർ എടുത്ത് നോക്കിയാൽ ഈ ഒരു പേപ്പറിൽ ഫ്ലാറ്റ് സർഫേസിൽ ഈ ലൈൻസ് അല്ലെ, അപ്പൊ ഫ്ലാറ്റ് സർഫേസിലുള്ള ലൈൻസുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അതിന്റെ അർത്ഥം ഫ്ലാറ്റ് അല്ലാത്ത സർഫേസിൽ ലൈൻസ് ഉണ്ടാവുന്നതാണോ? നമ്മൾ ഫ്ലാറ്റ് സർഫേസിലാണ് ലൈൻസിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഫ്ലാറ്റ് ഇല്ലാത്ത സർഫേസിലും ലൈൻസ് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ? ഒരു 3D വേൾഡിൽ, നമ്മൾ 3D വേൾഡിലാണ്, അത് വേറെ കാര്യം. അപ്പൊ 3D വേൾഡിൽ ലൈൻസ് ഉണ്ടാവില്ല. അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല ഞാൻ, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലൈൻസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിലുള്ള ലൈൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം രണ്ട് വരകളെ കൂട്ടിമുട്ടിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു രണ്ട് വര വരയ്ക്കും. ഒരു രണ്ട് വര ഞാൻ വരച്ചു. ഈ വര കുറച്ച് കളറാക്കാം. ഈ വരയ്ക്ക് കറുപ്പ് നിറം. ഈ റെഡ് ലൈനിന്റെ മേലെ ഒരു കറുപ്പ് ലൈൻ സ്ട്രെയിറ്റ് ആയിട്ടത് വരച്ചപ്പോൾ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര. റെഡ് ലൈനുണ്ട്, പിന്നെന്താണ്, ബ്ലാക്ക് ലൈനുണ്ട്. റെഡ് ലൈനിന്റെ മേലെ ഒരു ബ്ലാക്ക് ലൈൻ ഇങ്ങനെ വന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വരയും കൂട്ടിമുട്ടല്ലേ ചെയ്തത്? രണ്ട് വരയും എന്ത് സംഭവിച്ചു? കൂട്ടിമുട്ടി. ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫേസിലേക്ക് നമ്മളുടെ ഈ ഡിജിറ്റൽ ബോർഡ് എന്ന് പറയുന്നത് പ്ലെയിൻ സർഫേസ് ആണ് അല്ലെ? നിങ്ങൾ കാണുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസ് ആണ്. ആ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിൽ രണ്ട് വരകളാണ് കൂട്ടിമുട്ടിയത് അല്ലെ? ഒരൊറ്റ പോയിന്റ് അല്ല അവർ കൂട്ടിമുട്ടുന്നത്. ദേ മീറ്റ് അറ്റ് വൺ പോയിന്റ്, റൈറ്റ്?
അപ്പോ ഇങ്ങനെ കൂട്ടിമുട്ടുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് വിളിക്കാം? ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് വിളിക്കാം. എന്താണ് വിളിക്കാം? ഈ രണ്ട് വരകളും കൂട്ടിമുട്ടുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻസ് ദാറ്റ് മീറ്റ് ഓർ ക്രോസ് അറ്റ് എ പോയിന്റ്. വരകൾ കൂട്ടിമുട്ടുകയോ അല്ലെങ്കിൽ ഒരു പോയിന്റിലൂടെ കടന്നു പോവുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ? ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വരയ്ക്ക് പേരിടണ്ടേ? ഈ ചുവന്ന വരയ്ക്ക് എം എന്ന് ഞാൻ പേരിട്ടു. കറുത്ത വരയ്ക്ക് ഞാൻ എൽ എന്ന് പേരിട്ടു. എം എന്ന് പറഞ്ഞ ഒരു വരയുണ്ട്, എൽ എന്ന് പറഞ്ഞ ഒരു വരയുണ്ട് അല്ലേ? ഇനി എന്ത് സംഭവിക്കുന്നത്? ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നില്ലേ? ഇല്ലേ? ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നില്ലേ? ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഒരു ആംഗിൾ ഉണ്ടാവുന്നില്ലേ? ഉണ്ട്. ഇവിടെയും ഒരു ആംഗിൾ ഉണ്ടാവുന്നില്ലേ? അങ്ങനെ മൊത്തം എത്ര ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട്? 1, 2, 3, 4. 4 ആംഗിൾസ് മൊത്തം ഉണ്ടാവുന്നുണ്ട് അല്ലെ? ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആദ്യം നോക്കാം. രണ്ട് വരകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഒരു ദൂരം അല്ലെങ്കിൽ ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു അളവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മൊത്തം എത്ര ആംഗിൾ ഉണ്ട്? ഒരു വരയുടെ മേലെ മറ്റൊരു വര കൂട്ടിമുട്ടിയിട്ട് എന്ത് സംഭവിച്ചു? 4 ആംഗിൾസ് ഉണ്ടായി. ഇത്രയും ഓക്കെയാണോ? ഇനി ഈ ഓരോ ആംഗിളിനും ഞാനൊരു പേരിടാം. 1, 2, 3, 4 എന്നല്ലാണ്ട് വേറെ എങ്ങനെ ഇടാം? 1, 2, 3, 4 എന്ന് വേണ്ട, ഒരു സുഖമില്ല. അതുകൊണ്ട് ഞാൻ പേരിടാൻ പോകുന്നു ABCD. എ എന്നുള്ള പേര് ആർക്കിടാം? ഇവിടെ നിന്ന് എങ്ങനെ തുടങ്ങാം? ABCD എന്ന് പറഞ്ഞ 4 ആംഗിൾസ് നമുക്കുണ്ട്. ഇനി എന്റെ ചോദ്യം, ഈ ചിത്രം നോക്കിയിട്ട് 4 ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോ ABCD ഇതാണ് 4 ആംഗിൾസ്. ഇനി ഞാനൊരു ക്ലൂ തരാം. ഒരു ക്ലൂ തന്നതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഈ ആംഗിൾ ബി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഴുതാം. ആംഗിൾ ബി ഈക്വൽ ടു 120 ഡിഗ്രി ആണ് നിൽക്കാം. ഈ ഒരു ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി ആണ് നിൽക്കാം. ബാക്കി എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോ? ആ ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ്, ബാക്കി എല്ലാ ആംഗിൾസും നിങ്ങൾ കണ്ടുപിടിക്കണം. ബി എന്തായിരിക്കും? അല്ല, ബി അല്ല, എ എന്തായിരിക്കും? സി എന്തായിരിക്കും? ഡി എന്തായിരിക്കും? പ്രൊട്രാക്ടർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ജസ്റ്റ് യൂസ് യുവർ ബ്രെയിൻ. നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കിയാലോ? ഇത് 120 ആണെന്നറിയാം അല്ലെ? ഇനി നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ എടുത്തു നോക്കാം. ആദ്യം നമുക്ക് അറിയേണ്ടത് ബാക്കിയുള്ള എയും സിയും ഡി എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. അപ്പോ അതിങ്ങനെ കണ്ടുപിടിക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുത്തു നോക്കാം. ഏതൊരു സ്ട്രെയിറ്റ് ലൈൻ എടുത്താലും ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഈ ഒരു മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഈ രണ്ട് വരകൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നെന്ന് വെക്കാം. ഈ വര ഇങ്ങനെ പോയി 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 ഇങ്ങനെ രണ്ട് കോണും എന്താ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി കഴിഞ്ഞാൽ ഈ ഒരു അളവാണ് എത്ര? 180 ഡിഗ്രി. അതെല്ലാവർക്കും അറിയാലോ.
ഇല്ലേ? ഇപ്പൊ 180 ഡിഗ്രി ആണ് എവിടെ ഉണ്ടായിരിക്കുന്നത്? ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇത്രയും ഭാഗം 120 ആണല്ലേ പറഞ്ഞത്? ഇത്രയും ഭാഗം 120. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗം എത്രയായിരിക്കും? 180 മൈനസ് 120 അല്ലേ? 180യിൽ നിന്ന് 120 കുറയുന്നതല്ലേ ഈ ഭാഗം വരിക? ഓക്കെ, അതെന്ന് വെച്ചാൽ എത്രയാണ്? 60 ഡിഗ്രി ആണ്. എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ആംഗിൾ നോക്കാം. ആംഗിൾ ഡി. ആംഗിൾ എ കണ്ടുപിടിച്ചു. ആംഗിൾ എ എത്രയാണെന്ന് കിട്ടി? 60 ആണെന്ന് കിട്ടി. അപ്പൊ അതെങ്ങനെ എഴുതാം? ഇത് നമുക്ക് എഴുതുന്ന രീതിയിൽ കാണിച്ചു കൊടുക്കണ്ടേ? അതെങ്ങനെ എഴുതാം? ആംഗിൾ എയും ആംഗിൾ ബിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് 180 ഡിഗ്രി എന്ന് കിട്ടും അല്ലെ? രണ്ട് ആംഗിൾസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് ആംഗിൾ എ, ഇത് ആംഗിൾ ബി. അപ്പൊ രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ആംഗിൾ എ എനിക്കറിയില്ല, പക്ഷെ ആംഗിൾ ബി എത്രയാണെന്ന് അറിയാം? 120 ഡിഗ്രി ആണെന്ന് അറിയാം. ഓക്കെ, ആംഗിൾ എ എത്രയാണെന്ന് അറിയാം? അല്ല, ആംഗിൾ ബി എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണെന്ന് അറിയാം. ആംഗിൾ എ എന്ന് പറയുന്നത് എന്താവും? 180 ഡിഗ്രി മൈനസ് ആംഗിൾ 120 ഡിഗ്രി എന്ന് വെച്ചാൽ എത്രയാണ്? ആംഗിൾ 60 ഡിഗ്രി എന്ന് കിട്ടും. വിച്ച് ഈസ് ആംഗിൾ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. 120 ഡിഗ്രി 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ് കിട്ടുക. ഈ ആംഗിൾ ഡി, ആംഗിൾ സി ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കിയുള്ള രണ്ട് ആംഗിൾസ് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഒന്ന് ആലോചിക്കാമോ? ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എയും ബിയും എന്താണ്? 180 ഡിഗ്രി ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ഡിയും 180 ഡിഗ്രി ആവുന്നില്ലേ? എയും ആംഗിൾ ഡിയും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആവുന്നുണ്ട് അല്ലേ? ഈ ഒരു പോർഷൻ 180 ഡിഗ്രി, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. അതിന്റെ അർത്ഥം എന്താ? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി മാത്രമല്ല 180 ഡിഗ്രി കിട്ടുന്നത്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡിയും എത്രയാന്ന് കിട്ടുന്നുണ്ട്? 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. ആംഗിൾ എ എത്രയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? 60 ഡിഗ്രി ആണെന്ന് അറിയാം. ആംഗിൾ ഡി എത്രയാണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ഡി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ആംഗിൾ ഡി ഇവിടെ വെക്കുക. ഈ 60നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്ത് വരും? 180 ഡിഗ്രി ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 60 ഡിഗ്രി എന്ന് വരും. മൈനസ് 60 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 20 ഡിഗ്രി എന്ന് വരും. അപ്പോൾ 180 മൈനസ് 60 20 ഡിഗ്രി. ആംഗിൾ ഡി നമുക്ക് കിട്ടിയത് എത്രയാന്ന് കിട്ടി? 20 ഡിഗ്രി ആണെന്ന് കിട്ടി. ആംഗിൾ ഡി 20 ഡിഗ്രി. ഓക്കെ, 120 60 20. ഇനി ആംഗിൾ സിയും കൂടിയല്ലേ കിട്ടുള്ളൂ. സിമ്പിൾ. നേരത്തെ പറഞ്ഞതുപോലെ ആംഗിൾ ഡിയും ആംഗിൾ സിയും ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആയെന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആവും. അപ്പൊ നമുക്ക് ഒന്നുകൂടി നമുക്ക് എഴുതാം. എന്താണ്? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. നമുക്ക് ആംഗിൾ ഡി എത്രയാണെന്ന് അറിയാലോ? 20 ഡിഗ്രി എന്ന് അറിയാം. ആംഗിൾ സി എത്രയാണെന്ന് അറിയോ? ഇല്ലേ? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു 180 ഡിഗ്രി. 20 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സി ഈക്വൽ ടു എത്രയാണ്? 180 ഡിഗ്രി മൈനസ് 20 ഡിഗ്രി. 180 മൈനസ് 20 എത്രയാണ്? 160 ഡിഗ്രി. ഓക്കെ, 160 ഡിഗ്രി ആണ് എന്ത്? ആംഗിൾ സി എന്ന് പറയുന്നത്. ആംഗിൾ സി നമുക്ക് എന്ത് കിട്ടി? എത്രയാണെന്ന് കിട്ടി? ആംഗിൾ സി ഈക്വൽ ടു 160 ഡിഗ്രി. ഇപ്പൊ നോക്കി, 160 പ്ലസ് 20 180. 160 പ്ലസ് 120. ഓ, ഇവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇല്ലേ? ഇവിടെ എന്തോ ഒരു പ്രശ്നമില്ലേ? തെറ്റിയത്. യെസ്, 180 മൈനസ് 60 എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഓക്കെ, ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണ്. 180 മൈനസ് 60 120.
അപ്പോൾ ഇവിടെയും എത്രയായിരിക്കും 120 എന്ന് വരാം. 180 മൈനസ് 120 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി. കറക്റ്റ്. 160 അല്ല വരാം, 60 ഡിഗ്രി. ഇവിടെയാണ് 1 വരാം. ഇത് 120 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. കറക്റ്റ്. ഓക്കെ. അപ്പോൾ 120 ഡിഗ്രി ആണ് ബിയിൽ വരാം. ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രി, ആംഗിൾ ഡി 120 ഡിഗ്രി, ആംഗിൾ സി 60 ഡിഗ്രി. ആംഗിൾ ബി 120 ഡിഗ്രി ആയി എടുത്താൽ ഇങ്ങനെയാണ് സംഭവിക്കുക. ഓക്കെ. ഇനി നമുക്ക് കിട്ടിയ റിസൾട്ടിലേക്ക് ഒന്ന് നോക്കാം. ആംഗിൾ ബി എന്ന് പറയുന്നത് 120 ഡിഗ്രി, ആംഗിൾ എ 60 ഡിഗ്രി, ആംഗിൾ ഡി 120 ഡിഗ്രി, ആംഗിൾ സി 60 ഡിഗ്രി എന്ന് കിട്ടി. ഇങ്ങനെ കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തെങ്കിലും പാറ്റേൺ കാണാൻ പറ്റുമോ? യെസ്. എന്ത് പാറ്റേൺ കാണാൻ പറ്റുന്നത്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണെന്ന് കാണാൻ പറ്റുന്നില്ലേ? അല്ലെ? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ 120 ഡിഗ്രി ആണ്, ഇവിടെയും 120 ഡിഗ്രി. ഇവിടെ 60 ഡിഗ്രി, ഇവിടെയും 60 ഡിഗ്രി. ഇത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് അല്ലേ? ആംഗിൾ എയും ആംഗിൾ സി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് അപ്പോൾ എന്താണ് ആവുക? സെയിം ആയിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആംഗിൾ എ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് എനിക്ക് പറയാം? ആംഗിൾ സിക്ക് ഈക്വൽ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. അതേപോലെ ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ആംഗിൾ ബിനോട് ഈക്വൽ ആണ്. നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ പഠിച്ചത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. പിന്നെ എന്താ പഠിച്ചത്? രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സപ്പോസ് ഇത് ആംഗിൾ എ, ഇത് ആംഗിൾ ബി എന്ന് വെച്ചാൽ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി എന്ന് പറയാം. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ ഈ വരച്ചതിൽ തന്നെ ലീനിയർ പെയേഴ്സ് എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ലീനിയർ പെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരേ സ്ട്രെയിറ്റ് ലൈനിലുള്ള നെയ്ബേഴ്സിനെയാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. അവരെന്താണ്? അവരെപ്പോ കൂട്ടിയാലും 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ. ലീനിയർ പെയർ, ഇതിലെ ലീനിയർ പെയർ ഒരേ സ്ട്രെയിറ്റ് ലൈനിലുള്ള നെയ്ബേഴ്സിന്റെ പേര് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എയും ബിയും അല്ലെ? എയും ബിയും കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 180 എന്ന് കിട്ടും. അപ്പൊ അതൊരു എന്താണ്? ഒരു ലീനിയർ പെയർ ആണ്. അതാണ് ലീനിയർ പെയർ. ഓക്കെ. ലീനിയർ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത്രയുള്ള ഒരേ സ്ട്രെയിറ്റ് ലൈനിലുള്ള നെയ്ബേഴ്സ് ആയിരിക്കണം. പിന്നെ അത് ആഡ് ചെയ്ത് കിട്ടുന്നത് എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം കിട്ടേണ്ടത്. ഒരേ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം അവരുണ്ടാവേണ്ടത്. പിന്നെന്താണ്? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി എന്ന് കിട്ടണം. ഇനി അതാണ് ലീനിയർ പെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താണ് വെർട്ടിക്കൽ ഓപ്പോസിറ്റ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ലീനിയർ പെയർ എന്താന്ന് പറഞ്ഞു. ഇനി വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെയുണ്ട് അതിന്റെ അർത്ഥം. വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ്, അതിനെയാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഓരോ ആംഗിൾസിനെയാണ് എന്ത് പറയുന്നത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ലൈൻസ് എന്ന് ചോദിച്ചു ഏത് പറയാം? ഇപ്പൊ വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണെന്നും കൂടി പറയാം. ആംഗിൾസ് ഓപ്പോസിറ്റ് ഈച്ച് അതർ വെൻ ലൈൻ ക്രോസ്. ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസിനെയാണ് എന്ത് പറയുന്നത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എയും സിയും എടുത്തു നോക്കാം. എയും സിയും
രണ്ടും എത്രയാണ്? 60 ഡിഗ്രി ആണ് അല്ലെ? ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി. അതേപോലെ പിന്നെ വേറൊരു എക്സാമ്പിൾ ബിയും സിയും. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി. ആംഗിൾ സി അല്ല, ഓക്കെ ഓക്കെ. ഓ പേര് ഒരേ പേര് രണ്ടു നട്ട്. ഇത് ഡി എന്ന് കൊടുത്തു. ഓക്കെ, ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആംഗിൾ ബി എന്ന് പറയുന്നതും ആംഗിൾ ഡി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. എത്രയാണ്? 120 ഡിഗ്രി. ഓക്കെ, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി ഈക്വൽ ടു 120. ഇതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസിന് എക്സാമ്പിൾ. ഇനി ലീനിയർ പെയറിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? എ ബി, ആംഗിൾ എയും ആംഗിൾ ബിയും പറഞ്ഞു. അതല്ലാണ്ട് വേറെ ഏതാ പറയാൻ പറ്റുക? ആംഗിൾ എ ബി, ആംഗിൾ എയും ഡിയും കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്? 180 തന്നെയാണ് കിട്ടുക. ആംഗിൾ ഡിയും ആംഗിൾ സിയും കൂട്ടിയാലും 180 കിട്ടും. ആംഗിൾ ബി, ആംഗിൾ സി, അതും ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. ഓക്കെ, അതിന് ലീനിയർ പെയർ ആണ്. ഇപ്പോൾ പറഞ്ഞത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. എന്നുവെച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വര കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഓപ്പോസിറ്റ് ആംഗിൾസിനെയാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ ലീനിയർ പെയർ മെഷർ ചെയ്ത് നിൽക്കാം. അപ്പോൾ 179 ഡിഗ്രി എന്ന് കിട്ടി നിൽക്കാം. നിങ്ങൾ ഒരു ലീനിയർ പെയർ മെഷർ ചെയ്തു. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള രണ്ട് ആംഗിൾസിന്റെ മെഷർമെന്റ്, അത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ? നിങ്ങള് ഒരു ലീനിയർ പെയർ എടുത്ത് നോക്കിയാൽ, ലീനിയർ പെയർ എടുത്തപ്പോ ഈ രണ്ട് ആംഗിൾസും കൂട്ടിയപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടി? 180 ഡിഗ്രി എന്ന് കിട്ടിയില്ല, പകരം എന്ത് കിട്ടി? 179 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ റൂൾ അപ്പൊ തെറ്റായിരുന്നു. നമ്മുടെ റൂൾ എന്തായിരുന്നു? 180 ഡിഗ്രി കിട്ടണമെന്നായിരുന്നു. ലീനിയർ പെയർ കിട്ടേണ്ടത് എത്രയായിരുന്നു? 180 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ നമുക്ക് 179 ഡിഗ്രി എന്നാണ് കിട്ടിയത്. അപ്പൊ നമ്മുടെ റൂള് തെറ്റാണ്. എന്തായിരിക്കും സംഭവം? എന്തുകൊണ്ടായിരിക്കും റിയൽ ലൈഫിൽ മെഷർമെന്റ് പെർഫെക്റ്റ് അല്ല എന്ന് തോന്നുന്നത്? റിയൽ ലൈഫിൽ പെർഫെക്റ്റ് ആവണമെന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ലോകം എന്ന് പറയുന്നത് കുറച്ച് മെസ്സിയാണ് അല്ലെ? മാത്സിലത്തെ റൂള് പെർഫെക്റ്റ് ആണ്, അത് കറക്റ്റ് ആണ്. പക്ഷെ നമ്മളുടെ റിയൽ വേൾഡിൽ എങ്ങനെയാണ്? കുറച്ച് മെസ്സിയാണ്. ഇപ്പോ മെഷർമെന്റിന് കുറച്ച് എറർ സംഭവിക്കാം. നമ്മൾ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നത് പോലെ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ടാണ് ആംഗിൾസ് ഒക്കെ മെഷർ ചെയ്യുക. അതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രൊട്രാക്ടർ വെച്ച് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ റിയൽ ലൈഫില് ഇതേപോലെ പ്രൊട്രാക്ടർ ഒക്കെ ഉപയോഗിച്ച് അളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി നമ്മുടെ പെൻസിലിന്റെ വരയ്ക്ക് തിക്നെസ് ഉണ്ട് അല്ലേ? നമ്മുടെ പെൻസിലിന്റെ വരയ്ക്ക് തിക്നെസ് ഉണ്ട്. പക്ഷെ പ്യുവർ മാത്സ് ആണെങ്കിൽ ലൈൻസിന് ശരിക്കും തിക്നെസ് ഇല്ല അല്ലേ? ശരിക്കും വരകൾ എന്ന് പറയുമ്പോൾ അതിന് തിക്നെസ്സേ ഇല്ല. പ്യുവർ മാത്സ് നോക്കുകയാണെങ്കിൽ ലൈൻസിന് ശരിക്കും തിക്നെസ് ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ എററുകൾ സംഭവിക്കുന്നത്. നമ്മുടെ റൂള് കറക്റ്റ് ആണ്, പക്ഷെ റിയൽ ലൈഫില് അതെന്താണ്? അത്ര കറക്റ്റ് ആവുന്നില്ല. കാരണം നമുക്ക് അതിനുള്ള ഗാഡ്ജറ്റ്സ് ഇല്ല. പ്രോപ്പർ ആയിട്ടുള്ള അത്ര പെർഫെക്റ്റ് അല്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ വേൾഡ് കുറച്ച് ഒരു മെസ്സിയാണ്. In math, we trust our reasoning more than our physical measure.
മാത്സിൽ നമ്മൾ റീസണിങ് ആണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത്. ഫിസിക്കൽ മെഷർമെന്റ്സിനേക്കാളും നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത് റീസണിങ്. ഓക്കെ, ഇനി പുതിയൊരു പസിൽ തരാം. എനിക്ക് 4 ആംഗിൾസും ഈക്വൽ ആവണം എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് എന്താ വേണ്ടേ? 4 ആംഗിൾസ് ഉണ്ട് ഈക്വൽ ആവണം. നേരത്തെ എന്തായിരുന്നു? 4 ആംഗിൾസും വേറെ വേറെ ആയിരുന്നു. ഒരെണ്ണം 120, മറ്റേ 60. രണ്ടെണ്ണം ഒരേപോലെ ആയിരുന്നു. എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. എനിക്ക് രണ്ടെണ്ണം ഒരേപോലെ ആയ പോലെ. എനിക്ക് എല്ലാ ആംഗിൾസും ഈക്വൽ ആയി കിട്ടണം. ഈ പറയുന്ന 1, 2, 3, 4 ഈ 4 ആംഗിൾസ് എനിക്ക് ഈക്വൽ ആയി കിട്ടണം. അപ്പൊ എന്താ വഴി? എന്തെങ്കിലും വഴി കിട്ടും? 4 ആംഗിൾസ് ഈക്വൽ ആയി കിട്ടാൻ. 4 ആംഗിൾസ് ഈക്വൽ ആയി എനിക്ക് കിട്ടുമോ? അതാണ് അടുത്ത ചോദ്യം. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റും എന്ത്? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ഡി. അങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും. 4 ആംഗിൾസും ഈക്വൽ ആവാൻ ചാൻസ് ഉണ്ടോ? ഈക്വൽ ആവോ? അപ്പൊ ഈക്വൽ ആവുകയാണെങ്കിൽ എത്രയാകും? അപ്പൊ 4 ആംഗിൾസും ഈക്വൽ ആവുകയാണെങ്കിൽ എത്രയായിരിക്കും ആംഗിൾ? കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓക്കെ, അതിനു മുമ്പ് ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു സർക്കിൾ എടുത്തു നിൽക്കും. ഒരു സർക്കിൾ, പെർഫെക്റ്റ് സർക്കിൾ. ഒരു പെർഫെക്റ്റ് സർക്കിൾ, ഒരു ഫുൾ സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി അല്ലേ? ഒരു ഫുൾ സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇതിനെ ഞാൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്ത് ചെയ്യണം? 360 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. എത്ര കിട്ടും? 4 into 9, 36, 0, 0, 90 എന്ന് കിട്ടി. 360നെ ഞാൻ എന്ത് ചെയ്തു? 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്തെനിക്ക് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. 90 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി വേറൊരു ഹിന്റ് തരാം. ഇതാണ് ഞാൻ തരുന്ന ആദ്യത്തെ ഹിന്റ്. രണ്ടാമത്തെ ഹിന്റ്, ലീനിയർ പെയർ. ലീനിയർ പെയർ എന്തായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്? 180 ഡിഗ്രി ആവണം. അതിൽ അല്ലേ? അതായത് ആംഗിൾ എ എന്ന് പറയുന്നതും ആംഗിൾ ബി എന്ന് പറയുന്നതും അത് തമ്മിൽ ആഡ് ചെയ്ത 180 ഡിഗ്രി എന്ന് കിട്ടണം. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെങ്കിൽ ഇത് ആദ്യത്തെ ഹിന്റ്. ഇനി അടുത്ത ഹിന്റ് എന്ന് പറയുന്നത് ഒരു ലീനിയർ പെയർ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, 180 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ എന്ന് പറയുന്നതും ആംഗിൾ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 180 ഡിഗ്രി എന്നായിരിക്കണം. യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് 4 ആംഗിൾസ് ഈക്വൽ ആക്കല്ലേ വേണ്ടേ? 4 ആംഗിൾസിൽ ഈ പറയുന്ന 2 ആംഗിൾസ്, ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, എന്ത് ചെയ്താൽ മതി? ആംഗിൾ എയും ആംഗിൾ ബിയും എന്താക്കിയാൽ മതി? 90 ഡിഗ്രി എന്നാക്കിയാൽ പോരെ? 90 ഡിഗ്രി എന്നാക്കിയാൽ പോരെ? ഇനി അതേപോലെ ഈ 4 സർക്കിൾസിന്, ഒരു സർക്കിളിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടില്ലേ? ഓക്കെ, ഓരോ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി എന്ന് കിട്ടും. വണ്ടർഫുൾ. അപ്പൊ 90 ഡിഗ്രി ആയിരിക്കണം എന്ത്? ഓരോ ആംഗിളും എടുക്കേണ്ടത്. ആംഗിൾ 90 പ്ലസ് ആംഗിൾ 90 എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. ഓക്കെ, ആംഗിൾ 90 ഡിഗ്രി പ്ലസ് ആംഗിൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് ഞാനൊരു 2 ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ ആ 2 ലൈൻസിന്റെയും ഓരോ ആംഗിളും 90 ഡിഗ്രി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എല്ലാ ആംഗിൾസും എന്തായിട്ട് കിട്ടും? ഈക്വൽ ആയിട്ട് കിട്ടും. നല്ല രസല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 ലൈൻസ് തമ്മിൽ ഒരു 90 ഡിഗ്രി ആംഗിളിലാണ് കൂട്ടിമുട്ടുന്നതെങ്കിൽ അതിനൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു നെയിം കിട്ടും. എന്താണ്? പെർപെൻഡിക്കുലർ ലൈൻ എന്ന് കിട്ടും. ഓക്കെ, പെർപെൻഡിക്കുലർ ലൈൻ. 2 ലൈനും തമ്മിൽ എന്ത് ചെയ്യാണ്? 2 ലൈൻസും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുകയാണെങ്കിൽ
എങ്കിൽ ഒരു 90° അളവിലാണ് രണ്ട് ലൈൻസും കൂട്ടിമുട്ടുന്നത്. ഇതിനെ പറയുന്ന പേരാണെന്ത്? പെർപെൻഡിക്കുലർ ലൈൻസ്. ഇതിനെയാണ് പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറയാം. ഇവിടെ ഉണ്ടാകുന്ന ഓരോ ആംഗിൾ എത്രയായിരിക്കും? 90° ആയിരിക്കും കിട്ടുക. ഇതിനെയാണ് പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി പെർപെൻഡിക്കുലർ ലൈൻസിന്റെ ഡെഫിനേഷൻ ഇതാണ്: എ പെയർ ഓഫ് ലൈൻസ് ദാറ്റ് ഇന്റർസെക്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് വി യൂസ് എ ലിറ്റിൽ സ്ക്വയർ ടു ഷോ ഇറ്റ്. നമ്മളിങ്ങനെ, ഞാനിപ്പോ കുറെ വട്ടം സ്ക്വയറുകളൊക്കെ വരച്ചു. ഈ സ്ക്വയർ എന്താ സൂചിപ്പിക്കുന്നത്? വെറും ഒരു സ്ക്വയർ വരച്ചാൽ മതി, 90° എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്ക്വയർ വരയ്ക്കുന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? പെർപെൻഡിക്കുലർ ആണ് ലൈൻസ് എന്ന് കാണിക്കാം. ഇനി നമ്മുടെ റിയൽ വേൾഡിൽ നമ്മൾ എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്? നമ്മുടെ ചുറ്റിലും നോക്കി നോക്കൂ. എവിടെയെങ്കിലും പെർപെൻഡിക്കുലർ ലൈൻസ് കാണാനുണ്ടോ? ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ റൂമിന്റെ കോർണർ നോക്കി നോക്കൂ. റൂമിന്റെ കോർണർ 90° അല്ലേ? അല്ലേ? റൂമിന്റെ കോർണർ മിക്കവാറും 90° ആകാറുണ്ട്. പിന്നെ നിങ്ങളുടെ പുസ്തകം നോക്കി നോക്കൂ, 90° ആംഗിളിലല്ലേ കവർ ഇരിക്കുന്നത്? മുകൾ ഭാഗം ബുക്കിന്റെ മുകൾ ഭാഗം നോക്കി കഴിഞ്ഞാൽ ബുക്ക് താഴെ വെക്കുന്നു, നമ്മൾ അതിന്റെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആ സൈഡ്സിന്റെ എഡ്ജ് എല്ലാം 90° ആണ്. പിന്നെ വിൻഡോസ്, അവിടെ എല്ലാം എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈൻസ്. ഓക്കെ, നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്താണ് പഠിച്ചത്? ഒരൊറ്റ പോയിന്റിലാണ് എന്ത് ചെയ്യാം? മീറ്റ് ചെയ്യുന്നത്. ഒരൊറ്റ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു? 4 ആംഗിൾസ് സൃഷ്ടിക്കുന്നു. ഇന്റർസെക്റ്റിംഗ് ലൈൻസിനെ കുറിച്ച് എന്താ പഠിച്ചത്? ഒരു ലൈനിന്റെ മേലെ ഒരു ലൈൻ മീറ്റ് ചെയ്യുന്നു, അത് ഒരൊറ്റ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ മീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? 4 ആംഗിൾസ് ഫോം ചെയ്യുന്നു. ഈ 4 ആംഗിൾസ് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ പറയുന്നതാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ഇതിനെയാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് എന്താ പഠിച്ചത്? രണ്ടാമതായിട്ട് പഠിച്ചത് ലീനിയർ പെയർ, നെയ്ബേഴ്സ് ഓൺ എ സ്ട്രേറ്റ് ലൈൻ ടു 180°. ഒരു സ്ട്രേറ്റ് ലൈനിലുള്ള നെയ്ബേഴ്സ് ാണ് എന്ത് പറയാ? ലീനിയർ പെയർ എന്ന് വിളിക്കാം. ലീനിയർ പെയർ, സ്ട്രേറ്റ് ലൈനിലുള്ള പെയർസ്, അതിനെയാണ് ലീനിയർ പെയർ എന്ന് വിളിക്കാം. ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇത് എ ഇത് ബി ആണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 180° എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്താണ് പഠിച്ചത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസിനെയാണ് എന്ന് പറയുന്നത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ആ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് പഠിച്ചത് എന്താണ്? പെർപെൻഡിക്കുലർ ലൈൻസ് അല്ലേ? ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ഇതെന്താണ്? ഇവിടെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇതാണ് പെർപെൻഡിക്കുലർ ലൈൻസ്. അവസാനം ഈ 4 ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇതൊക്കെയാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ്, ലീനിയർ പെയർ, വെർട്ടിക്കലി ഓപ്പോസിറ്റ്, പെർപെൻഡിക്കുലർ ലൈൻസ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? അതെല്ലാം കമന്റ്സിലൊക്കെ ഇടാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കമന്റ്സിലിടാം. ഞാനത് കമന്റ് വായിച്ചിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിന് എല്ലാവരോടും പറയാം. ഓക്കെ, ക്ലാസ്സുകൾ നന്നായിട്ടുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, ലൈക്കൊക്കെ ഇടുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യാം.